വിലക്കപ്പെട്ട പ്രണയം ഭാഗം 68. ഇന്നാണ് അവരുടെ വിവാഹം. രാവിലെ തന്നെ ആരും വിളിക്കാതെ, ഒരു അലാറത്തിന്റെ പോലും സഹായമില്ലാതെ ആമി ആദ്യം തന്നെ ഉണർന്നിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ ആദ്യം പോയത് 2 കൈകളിലുമായി ഉണങ്ങിയിരിക്കുന്ന മൈലാഞ്ചിയിലേക്കാണ്. രാത്രി മുഴുവൻ വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണങ്ങി പിടിച്ചിരിക്കുകയാണത്. ആരുടെയും അനക്കമൊന്നും പുറത്തുനിന്ന് കേൾക്കുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉറക്കമായിരിക്കും എന്നവൾക്ക് തോന്നി. താൻ ഇന്നലെ നേരത്തെ തന്നെ കിടന്നുറങ്ങിയത് കൊണ്ട് നേരത്തെ തന്നെ എഴുന്നേൽക്കാനും പറ്റി. അതുകൊണ്ട് ആമിയാണ് അവിടെ ആദ്യം ഉണർന്നിരിക്കുന്നത്. കൈയും കാലും ഒക്കെ ഒന്ന് നിവർത്തിക്കൊണ്ട് ആമി ആദ്യം ചെയ്തത് മൈലാഞ്ചി കഴുകി കളയുക എന്നതാണ്. രാത്രി മുഴുവൻ ഇരുന്നത് കൊണ്ട് തന്നെ മൈലാഞ്ചി നല്ല കടും ചുവപ്പ് നിറത്തിലായിട്ടുണ്ട്. അത് കഴുകി കളഞ്ഞതിന് ശേഷം മുറിയിലേക്ക് വന്നു. ഫോൺ എടുത്തൊന്ന് നോക്കി. എബി വിളിച്ചിട്ടൊന്നുമില്ല. ആമി നെറ്റ് ഓണാക്കി നോക്കി. അപ്പോൾ ദാ എബിയുടെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആകാംക്ഷയോടെ അവൾ അത് തുറന്നു നോക്കി. ഗുഡ് മോർണിംഗ് മിസ് ശിവാമി സജീവൻ. ഇത്ര മാത്രമായിരുന്നു അവൻ്റെ മെസ്സേജ്. സമയം ഇപ്പോൾ രാവിലെ 4:30 ആയിട്ടുണ്ട്. ഇത് അവൻ പാതിരാത്രിയിൽ 1 മണിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും അവൻ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നിരിക്കുക എന്ന് ആമി അത് കണ്ടപ്പോൾ ആലോചിച്ചു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിറയുന്നത് അവൾക്ക് അറിയാനാകുന്നുണ്ടായിരുന്നു. മനസ്സിൽ സന്തോഷം അങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന പുഞ്ചിരിയോടെ തന്നെ അവനും തിരികെ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് ഫോൺ മാറ്റിവെച്ചു. അപ്പോഴേക്കും വാതിൽപ്പടിയിൽ നിന്ന് ശ്രുതിയുടെ ശബ്ദം കേട്ടു. മണവാട്ടി പോയി കുളിക്കാൻ നോക്ക്. മണവാളൻ ഒരുങ്ങാൻ അധികം സമയമൊന്നും വേണ്ട, അതോർക്കണം. അവള് ആമിയെ കളിയാക്കുകയാണ്. അതുകൊണ്ട് അവളെ നോക്കി പരിഭവത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് ആമി കുളിക്കാനായി കയറി. രാവിലെ 10നും 10:15 ഇടയ്ക്കാണ് മുഹൂർത്തം വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പോഴേക്കും ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് കുന്നുംപുറത്തേക്ക് താമസം മാറുന്നതിന് മുന്നേ തന്നെ ഡ്രസ്സുകളും മോതിരവും എല്ലാം ഋഷി പോയി വാങ്ങിവെച്ചിരുന്നു. അപ്പോഴും മന്ത്രകോടി ആരെയും കാണിക്കാതെ ഋഷി എബിയെ ഏൽപ്പിച്ചിരുന്നു. എബി അത് ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ എല്ലാ തിരക്കുകൾക്കും ഒടുവിൽ വിവാഹ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ കുളിച്ച് ഒന്ന് അമ്പലം വരെ പോയി വന്നു. ശ്രുതിയും കുഞ്ഞും ലതാമ്മയും ഋഷിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അമ്പലത്തിൽ പോയി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചു. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തിനോ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തിരികെ ആ അമ്പലത്തിൽ പോകുന്നത്. ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. ഭഗവാനുമായി അത്രത്തോളം അടുപ്പം ഉണ്ടായിട്ടും ഉണ്ടായിരുന്നതുമാണ്. എത്രയൊക്കെ അതൊന്നും ആലോചിക്കണ്ട എന്ന് കരുതിയിട്ടും ആമിയുടെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ തന്നെ കടന്നു വന്നുകൊണ്ടിരുന്നു. പക്ഷേ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ഋഷി തന്നെ അവളുടെ മനസ്സ് മനസ്സിലാക്കി അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയിരുന്നു. ഏട്ടനും അനിയത്തിയും ഒന്ന് മാറ്, ദാ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്, ഒരുങ്ങാൻ വാ. ഇവർ സംസാരിക്കുന്നതിനിടയിൽ ലതാമ്മ വന്ന് വിളിച്ചതും 2 പേരും നിറഞ്ഞു വന്ന കണ്ണുകളൊക്കെ തുടച്ച് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, കരയുന്ന ആളും കൊള്ളാം, കരയുന്ന ആളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ആളും കൊള്ളാം. വീണ്ടും നീ എൻ്റെ കുട്ടിയെ കരയിക്കാനാണോ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ച് ലതാമ്മ ഋഷിയെ കളിയായി ഒന്ന് തല്ലി. പുഞ്ചിരിയോടെ അവൾ ലതാമ്മയെയും ഒന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ. ഇനിയുള്ള ജീവിതം അത്രയും സന്തോഷം നിറഞ്ഞതായിരിക്കും. അവളെ ചേർത്ത് പിടിച്ച് അവരനുഗ്രഹിച്ചു. മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം മേക്കപ്പ് ചെയ്യാനിരുന്നു. എറണാകുളത്ത് തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു വന്നത്. അതൊക്കെ എബി പറഞ്ഞ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സെറ്റ് സാരിയിൽ വളരെ കുറഞ്ഞ ആഭരണങ്ങളിൽ കൃത്യസമയത്ത് തന്നെ അവൾ അതിമനോഹരമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരുങ്ങിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എബി അവളെ കാണുന്നതിനായി ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ തന്ത്രപൂർവ്വം അവൾ വീഡിയോ കോൾ കട്ട് ചെയ്ത് സാധാരണ കോള് വിളിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞോ? കഴിഞ്ഞു. ഫോട്ടോ അയക്കോ? അപ്പുറത്ത് നിന്ന് അവൻ്റെ ദയനീയമായ അപേക്ഷ പോലുള്ള ശബ്ദം. ഇല്ലെന്ന ഒറ്റ വാക്കിൽ ആമി മറുപടി തീർത്തിരുന്നു. മറ്റൊന്നിനു വേണ്ടിയുമല്ല, നേരിട്ട് കാണുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ഭാവം കാണാൻ, തന്നെ കാണുമ്പോഴുള്ള അവൻ്റെ മുഖഭാവം അറിയുന്നതിന് വേണ്ടി. അതിനുവേണ്ടി അവൾ മറ്റൊന്നും ആലോചിക്കാതെ ഫോട്ടോയോ വീഡിയോ അഴക്കില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞിരുന്നു. അതിന് അവളോട് പരിഭവിച്ച് അവൻ ഫോൺ കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. സമയം ഏകദേശം 9:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ആമി സ്വന്തം വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത്. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയം അവളെ തഴുകി കടന്നുപോയ ഇളം കാറ്റ് അച്ഛൻ്റെ അനുഗ്രഹമാണ് എന്ന് തന്നെ അവൾ കരുതി. ശ്രുതിയും ഋഷിയുടെയും ലതാമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. എല്ലാവരും മനസ്സ് നിറഞ്ഞു തന്നെ അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അമ്പലത്തിലേക്ക് ആദ്യം എത്തിയത് ആമിയൊക്കെ തന്നെയായിരുന്നു. നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് അമ്പലത്തിൻ്റെ അരികിലായിട്ടുള്ള കാവിലും കുളപ്പടവിലും ഒക്കെ നിർത്തി അവളെ ഒറ്റയ്ക്കുള്ള ഫോട്ടോഷൂട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട്. വീട്ടുകാരും ഒത്തുള്ള ഫോട്ടോയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തത് കൊണ്ട് ഇനി അങ്ങോട്ട് അവളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസാണ്. അത് പിന്നെ കല്യാണ ദിവസമായാൽ നമ്മൾ എങ്ങോട്ട് പോകണം, എങ്ങനെ തിരിയണം, എങ്ങനെ നടക്കണം,
എന്തിനേറെ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പോലും ഫോട്ടോഗ്രാഫർ പറയുന്നതനുസരിച്ചാണല്ലോ. അമ്പലത്തിന്റെ പിൻവശത്തായുള്ള കുളപ്പടവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയം തന്നെ എബിയുടെ കാറ് വന്നു നിൽക്കുന്ന ശബ്ദം ആമിക്ക് തിരിച്ചറിയാനായിരുന്നു. ആമിക്ക് അവനെ കാണാൻ അത്രയേറെ ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുദ്ദേശിച്ച ഫോട്ടോ എടുത്ത് കഴിയാതെ ഫോട്ടോഗ്രാഫർമാർ വിടില്ലല്ലോ. അവരവളെ അവൻ വന്നിട്ടും അവിടെ തന്നെ പിടിച്ചു നിർത്തി. എബി അവളെവിടെ എന്ന് ചോദിച്ചപ്പോൾ ആമി കുളത്തിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞതും വേഗം തന്നെ അങ്ങോട്ട് നടന്നു എന്ന് പറയുന്നതിലും അവൻ ഓടിയെന്ന് പറയുന്നതാവും ശരി. കുളപ്പടവിന്റെ ഏറ്റവും മുകളിലെ പടിയിൽ നിന്ന് തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ആമിയെ എബി കണ്ടിരുന്നു. എബി അവളെ തന്നെ നോക്കി അവിടെ തന്നെ അനങ്ങാതെ നിന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓടി മുകളിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാം. എന്നാൽ ഫോട്ടോഗ്രാഫർ പറഞ്ഞതും ആമി തലയാട്ടി സമ്മതിച്ചിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എബിയുടെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു ചിന്ത. ക്യാമറ സെറ്റ് ചെയ്ത് അവളെ തിരിച്ചു നിർത്തി. അവരോട് സംസാരിച്ച് ഓടാൻ എന്നതുപോലെ തിരിഞ്ഞപ്പോഴാണ് ഏറ്റവും മുകളിലെ പടിയിൽ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ അവൾ കാണുന്നത്. അവനെ കണ്ട അതേ ഞൊടിയിൽ തന്നെ അവളുടെ കണ്ണുകൾ പ്രണയത്തോടെ തിളങ്ങി. കാൽപാദങ്ങളിൽ നിന്നുമായിരുന്നു വീഡിയോ എടുത്തു തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ അവർ കൃത്യസമയം സ്റ്റാർട്ട് പറഞ്ഞപ്പോൾ തന്നെ ആമി അവൻ്റെ അടുത്തേക്ക് ഓടി. കാലുകൾക്ക് വേഗതയേറി. എത്രയും വേഗം അവൻ അടുത്തേക്ക് എത്തണം എന്നതുപോലെ. ചേട്ടാ, പൊക്കിയെടുത്ത് കറക്കിക്കോ. ആമി ഓടി അവൻ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും പിന്നിൽ നിന്ന് ക്യാമറാമാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എബി പിന്നെയൊന്നും നോക്കാൻ പോയില്ല. അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. യെസ്, പെർഫെക്റ്റ് ഷോട്ട്. കറക്കിയെടുത്ത് നിർത്തി ഇടുപ്പിൽ പിടിച്ച് തന്നെ അവളെ തനിക്കരികിലേക്ക് ചേർത്ത് നിർത്തുക കൂടി ചെയ്തിരുന്നു എബി. ക്യാമറാമാൻ്റെ ശബ്ദം കേട്ടതും ആമി അവനിൽ നിന്ന് ഒന്ന് അകന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ വിട്ടില്ല. സാധാരണ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓടുമ്പോൾ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പക്ഷേ ഇത് പെർഫെക്റ്റ്, അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും. ഫോട്ടോഗ്രാഫർ പറയുന്നത് കേട്ടതും രണ്ടുപേരും അയാളെ നോക്കി നിറഞ്ഞു പുഞ്ചിരിച്ചു കൊടുത്തു. അവർ സാധനങ്ങളൊക്കെ എടുത്ത് അമ്പലത്തിന് മുന്നിലേക്ക് പോയി. സുന്ദരിയാണ്. അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തിക്കൊണ്ട് ചെവിയോരം അവൻ പതുക്കെ പറഞ്ഞു. ചെവിയൊന്ന് വെട്ടിച്ച് ആമി അവനിൽ നിന്ന് ഒന്ന് കുതറി മാറി. ഐ ലവ് യു മിസ് ശിവാമി. അത് പറഞ്ഞ് അവൻ അവളുടെ ഇരു കവിളുകളിലും ചുംബിച്ചു. ഒന്നും മിണ്ടാതെ ആമി കണ്ണടച്ചവ സ്വീകരിക്കുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തൻ്റെ മുന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ കവിളുകളാണ്. ആമി മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ്റെ കവിളിലും അമർത്തി ഒരു ഉമ്മ കൊടുത്തു. അത് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എബി അവളെ ഞെട്ടലോടെ നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം രണ്ടുപേരെയും ഋഷി വന്ന് മുഹൂർത്തത്തിന് സമയമായി എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അഗ്നിസാക്ഷിയായി എബിൻ എബ്രഹാം എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ശിവാമി സജീവനെ തൻ്റെ ജീവന്റെ പാതിയാക്കി. ഹാപ്പി മാരീഡ് ലൈഫ് മിസ്സസ് ശിവാമി എബിൻ. താലികെട്ട് കഴിഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെവിയരികിൽ അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം. അത് കേട്ടതും അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. അതിനുശേഷം നെറ്റിയിൽ അവൻ്റെ കൈകളായി ചാർത്തിയ ആ ചുവപ്പ് ജീവിതത്തിൽ ഒരിക്കലും മായ്ച്ചു കളയരുതേ എന്നവൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. താലികെട്ടിന് ശേഷം ആദ്യം തന്നെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. മുത്തശ്ശിയുടെ നിറഞ്ഞു വന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചുകൊടുത്ത് രണ്ടുപേരും അവരുടെ ഓരോ കവിളുകളിലും അമർത്തി ഉമ്മ കൊടുത്തു. അവർ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചു. പിന്നീട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. അതിനുശേഷം പതിവ് പോലെ ഫോട്ടോഷൂട്ട്. ഫോട്ടോഗ്രാഫർമാർ പറയുന്ന രീതിയിലൊക്കെ എന്തും ചെയ്യാൻ തയ്യാറായതുപോലെയായിരുന്നു എബിയുടെ ഭാവം. ആര് നോക്കി നിന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഭാര്യയെ എന്ത് വേണേലും ചെയ്യും എന്നൊരു മട്ടാണ് അവന്. കവിളിൽ ഉമ്മ കൊടുക്കുന്നു, നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പൊക്കിയെടുക്കുന്നു. അങ്ങനെ അവർ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. കുറച്ചു സമയം മുത്തശ്ശിയും ലതാമ്മയും എല്ലാവരും അതൊക്കെ നോക്കി നിന്നുവെങ്കിലും എബി നിർത്താൻ ഭാവമില്ല എന്നായപ്പോൾ എല്ലാവരും തിരികെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് മറ്റു പരിപാടികളൊന്നുമില്ല. ഉച്ചയ്ക്ക് അനാഥാലയത്തിലാണ് ഭക്ഷണം പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരോടൊപ്പം ചെറിയ രീതിയിലൊരു ആഘോഷം. അമ്പലത്തിൽ നിന്ന് അതുകൊണ്ട് നേരെ വീട്ടിലേക്കായിരുന്നു പോയത്. അവിടെ പോയി സെറ്റ് സാരി മാറി വേറെ സാരി ഉടുത്തു. അധികം വൈകാതെ അനാഥാലയത്തിലേക്ക് പോയി. ഋഷിയും എബിയും ഒക്കെ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടി ആദ്യമേ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയി അവരുമായിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കേക്കൊക്കെ മുറിച്ചു. അതിനുശേഷം വൈകിട്ടായപ്പോഴാണ് അവിടെ നിന്ന് തിരികെ വന്നത്. എബിയും ഋഷിയും അപ്പോൾ ഓട്ടത്തിലാണ്. ബാക്കി എല്ലാവരും വന്ന് കിടപ്പായി. ആമിയും കട്ടിലിലേക്ക് നിവർന്നു കിടന്നു. മനസ്സിൽ സന്തോഷം തിങ്ങി നിറയുകയാണ്. അവനെ ഒന്ന് കാണണമെന്നുണ്ട്, അവൻ്റെ അടുത്ത് ചേർന്നിരിക്കണമെന്നുണ്ട്. പക്ഷേ അവനെ ഒന്ന് സമാധാനമായിട്ട് കാണാൻ കൂടി ഇപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് ആമി കിടന്നപ്പോഴേക്കും പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു. മുഖത്ത് എന്തോ നനവ് വന്ന് തട്ടിയപ്പോഴാണ് ആമി പിന്നീട് ഞെട്ടലോടെ കണ്ണു തുറന്നത്. ക്ഷീണം കൊണ്ടോ മറ്റോ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും ആയാസപ്പെട്ട് അവളത് തുറന്നു നോക്കി. അപ്പോൾ ദാ വീണ്ടും മുഖത്തേക്ക് വെള്ളം തെറിക്കുന്നു. ആമി മുഷിച്ചിലൂടെ കണ്ണൊന്ന് ശരിക്ക് തുറന്നു നോക്കി.
കുളിയൊക്കെ കഴിഞ്ഞ് വന്നു നിന്ന് മുടിയിലെ വെള്ളം അവളുടെ ദേഹത്തേക്ക് കുടഞ്ഞെറിയുകയാണ് എബി. ഇച്ചായ, ആമി ചിണുങ്ങി. പൊന്നുമോളെ, വിളിക്കല്ലേ അങ്ങനെ. 2 ആഴ്ച കൂടിയുണ്ട് മിന്നുകെട്ടിന്, അതുകൂടി ഒന്ന് കഴിഞ്ഞേക്കട്ടെ, എബി ദയനീയമായിട്ട് പറഞ്ഞു. ആമി അങ്ങനെ തന്നെ കിടന്ന് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എബി കുളിച്ചു കഴിഞ്ഞ് ഷർട്ടിടാതെ ഒരു മുണ്ട് മാത്രം എടുത്ത് നിൽക്കുകയാണ്. കഴുത്തിൽ കിടക്കുന്ന കുരിശുമാലയിലൂടെയൊക്കെ വെള്ളം ഒഴുകിയിറങ്ങുന്നുണ്ട്. വെള്ളം പോയിട്ടില്ല, ശരിക്കും തുടയ്ക്ക്, തലയിലൊക്കെ വെള്ളമുണ്ട്, ആമി അവനോട് അല്പം ശകാരത്തോടെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ എബി ടവൽ ആമിയുടെ നേരെ നീട്ടി. പുഞ്ചിരിയോടെ അവൾ എഴുന്നേറ്റ് കട്ടിലിൽ കയറി നിന്ന് അവൻ്റെ തല തുടച്ചു കൊടുത്തു. എബിയുടെ നോട്ടം അന്നേരം പെട്ടെന്ന് അവളുടെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന തൻ്റെ പേര് കുത്തിയെടുത്ത താലിമാലയിലേക്ക് പോയി. കട്ടിലിൻ്റെ മുകളിൽ നിന്ന് അവൻ്റെ തല തുവർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആമിയെ അവൻ ഇടുപ്പിൽ പിടിച്ച് ഒരു കൈകൊണ്ടെടുത്ത് ഉയർത്തി താഴെ നിർത്തി. ഇച്ചായ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അങ്ങനെ ചെയ്തതുകൊണ്ട് ആമി ഒന്ന് പേടിച്ചു പോയിരുന്നു. അങ്ങനെ പേടിച്ചു പോയതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ ഷോൾഡറിൽ കൈ മുറുക്കിക്കൊണ്ട് അവനെ വിളിച്ചു. എന്തേടി ഭാര്യയെ? എബി അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെയാണ് അത് ചോദിച്ചത്. അതിന് അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ചു നോക്കി. കൂടുന്നുണ്ട്. എന്തു കൂടാൻ? എബി അവളെ വീണ്ടും അടുത്തേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖത്ത് ആകെ ഒരു കള്ള ലക്ഷണം, കുസൃതിച്ചിരി, തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അവൻ്റെ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ. ഇച്ചായ, വിടുവോ? അവൾ അവനിൽ നിന്ന് അകലാൻ ആഗ്രഹിച്ചില്ല. എങ്കിലും വെറുതെ അവൻ എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, ഇനി ഒരിടത്തേക്കും വിടത്തില്ല. എബി അവളെ പിന്നെയും തന്നിലേക്ക് ചേർത്ത് നിർത്തി. എൻ്റെയാ? ചെവിയരികിൽ അവൻ്റെ പതിഞ്ഞ ശബ്ദം. ആമിയുടെ ദേഹം ആകെ കുളിർന്നു പോയി. അവളുടെ കൈകൾ അവൻ്റെ പുറത്തൊന്ന് അമർന്നു. ശിവ. അവൻ വിളിക്കുന്നത് കേട്ടതും പിടച്ചിലോടെ ആമി അവനെ മുഖമുയർത്തി നോക്കി. പക്ഷേ അവൻ്റെ നോട്ടം അത് തൻ്റെ കണ്ണുകളിലേക്കല്ല. ഇച്ഛ. പക്ഷേ അവൾ അവനെ വിളിച്ച് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടുകളിൽ അമർന്നു. ചുണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് അവൻ അവൻ്റെ വിരൽ കൊണ്ട് തുടച്ചു നീക്കി. ആമി ഒന്ന് കുറുകിപ്പോയി. അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്ക് എത്തി നിന്നു. ഞാൻ ചോദിക്കരുത്, ഞാൻ നിൻ്റെതാണ്. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ്റെ അതിരങ്ങൾ അവളുടേതുമായി കോർത്തു. ഒരുപാട് സമയം നീണ്ടു നിന്നതോ അവളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഉള്ളതായിരുന്നില്ല അവൻ്റെ ചുംബനം. തീർത്തും ശാന്തമായിട്ടൊഴുകുന്ന ഒരു നദി പോലെ. അത്രയും നേർമയായി, ഒരു തരി പോലും അവളെ വേദനിപ്പിക്കാതെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവളിലേക്ക് അവൻ ആ ചുംബനത്തിലൂടെ പകർന്നു കൊടുത്തിരുന്നു. ഐ ലവ് യു. അവളിൽ നിന്ന് അകന്നു മാറി അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു വെച്ചുകൊണ്ട് അവൻ കിതപ്പോടെ പറഞ്ഞു. അപ്പോഴും ആമി കിതക്കുക തന്നെയായിരുന്നു. സ്റ്റാമിന ഇല്ല. അവൻ അത് പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ ഒന്ന് വിരലമർത്തി. ആമി ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ക്ഷീണമുണ്ടോ? കുറച്ചു കഴിഞ്ഞതും അവനെ കെട്ടിപ്പിടിച്ചു നിന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് മുഖമുയർത്തി നോക്കിക്കൊണ്ട് ആമി ചോദിച്ചു. ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിലും ഉറങ്ങിക്കോ, ഞാൻ ഇത്രയും നേരം കിടന്നതല്ലേ. അവിടെ പോയിട്ട് ലതാമ്മയ്ക്കും ശ്രുതി ചേച്ചിക്കും ഒക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കട്ടെ. ആമി അവനിൽ നിന്ന് അകന്നു മാറി പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വീണ്ടും അവളെ തനിക്കരികിലേക്ക് വലിച്ചു നിർത്തി പെട്ടെന്ന് അവളുടെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചു മാറിയവൻ. പെട്ടെന്നായതുകൊണ്ട് ആമിയുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു പോയി. ഇനി പൊക്കോ. എബി പറഞ്ഞതും നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് ഒന്ന് തള്ളി നീക്കി. രാത്രി കിടക്കാൻ സമയമായപ്പോൾ ഒരുമിച്ച് കിടക്കണ്ട, പള്ളിയിൽ വെച്ചുള്ള മിന്നുകെട്ട് കൂടി കഴിഞ്ഞിട്ട് മതി അതെല്ലാം എന്ന് മുത്തശ്ശി പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ എബിക്കും പ്രത്യേകിച്ച് എതിരഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. ആമിക്കും അതുതന്നെ ആയിരിക്കും കംഫർട്ട് എന്നവന് തോന്നി. അതാവുമ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞ് മനസ്സൊക്കെ എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെട്ടൊക്കെ ആവും. അന്നത്തെ രാത്രി എല്ലാവരും ആമിയുടെ വീട്ടിലായിരുന്നു നിന്നത്. പിറ്റേ ദിവസം അവിടെ തന്നെയുള്ള എബിയുടെ ജനിച്ചു വളർന്ന വീട്ടിലേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ആചാരപ്രകാരം പോലെ തന്നെ നിലവിളക്ക് കൊടുത്തു തന്നെയായിരുന്നു ആമിയെയും എബിയെയും മുത്തശ്ശി വീട്ടിലേക്ക് കയറ്റിയത്. അവരെല്ലാവരും കൂടി എബിയുടെ ആ വീട്ടിൽ ഒരു ദിവസം നിൽക്കുകയും ചെയ്തു. പള്ളിയിൽ വെച്ചുള്ള മിന്നുകെട്ടിന് ഇനി 2 ആഴ്ച കൂടിയാണ് ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 ദിവസങ്ങൾക്കു ശേഷം എബിയും മുത്തശ്ശിയും തിരികെ വീട്ടിലേക്ക് തന്നെ പോയിരുന്നു. പക്ഷേ എന്തൊക്കെയായാലും ഇത്രയും പ്രൈവറ്റായിട്ട് ആരെയും അറിയിക്കാതെയുള്ള ഈ താലികെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹംബിൾ സ്പൈസസിന്റെ ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ എബിൻ എബ്രഹാമിന്റെ വിവാഹം കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പാട്ടാവാൻ തുടങ്ങിയിരുന്നു. ആരാണ് വധു എന്നുള്ളതൊന്നും ആർക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇങ്ങനെയൊരു കാര്യം ഉണ്ടെന്നത് എല്ലാവരുടെ ഇടയിലും ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മിന്നുകെട്ടും അതിനോടനുബന്ധിച്ച് അടുത്തുള്ള ബന്ധുക്കൾക്കും അടുത്ത പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്കും മാത്രം ഒരു വിവാഹ വിരുന്ന്. അതിന് പിറ്റേ ദിവസം റിസപ്ഷൻ പോലെ ആഘോഷകരമായ പരിപാടി. ഇങ്ങനെയൊക്കെയാണ് എബി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിവാഹത്തിന് ഏകദേശം 2-3 ദിവസത്തിന് മുന്നേ തന്നെ കീരിപ്പാറയിൽ ഒരു വീട് ഋഷി റെന്റിനെടുത്തിരുന്നു. അവിടെയാണ് ഇപ്പോൾ അവരെല്ലാവരും താമസം. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.